രാക്ഷസപ്രണയം. രചന, അവതരണം അലങ്കൃത അഭിലാഷ്. പെട്ടെന്ന് ഡെവിളുടെ മുഖം എന്തെന്നില്ലാത്ത ആശ്വാസത്തോടെ നിറഞ്ഞു. അവൻ്റെ മിഴികളിൽ പുഞ്ചിരി വിടർന്നു. ആ മുഖമാകെ വല്ലാത്തൊരു സന്തോഷം. ഹേയ് ദേവച്ച! ഡെവിളിന്റെ പുഞ്ചിരി കലർന്ന ആ വിളി കേട്ടപ്പോഴാണ് ദേവിന് മെല്ലെ കണ്ണുകൾ തുറന്നെത്തി നോക്കിയത്. മുന്നിൽ അതേ ചിരിയോടെ ആ ബ്ലാക്ക് ഹെഡ്സിന്റെ ഇടയിൽ നിൽക്കുന്നു ദേവച്ചൻ. നീ ഞങ്ങളെ അങ്ങ് പേടിപ്പിച്ചു പറഞ്ഞല്ലോ മോനെ. ദേവച്ചൻ ഒരു ആശ്വാസത്തോടെ നടന്നു അവന്റെ അടുത്തേക്ക് വന്നു നിന്നു. മോനെ, ഇത്ര നേരം ജീവനും കൈ പിടിച്ച ഞാൻ നിനക്ക് വേണ്ടി അലഞ്ഞ്, അറിയോ നിനക്ക്? ഹേ ദേവച്ച, അതൊക്കെ അങ്ങ് വിട്. ഞങ്ങളെ കണ്ടില്ലേ, ഇനി എന്താ? ഡെവിൾ നിസ്സാരം പോലെ പറഞ്ഞു. അത് കേട്ട് എന്തോ ഒരു അതിശയത്തോടെ ദേവി അവനെ നോക്കി. ഇന്നലെ മുഴുവൻ ഈ കാടിനുള്ളിൽ നടന്ന ഭയപ്പെടുത്തുന്ന കാര്യങ്ങൾ എന്ത് നിസ്സാരം പോലെയാണ് ഡെവിൾ പറയുന്നതെന്ന് ഓർത്തു. ഓ, എനിക്ക് ആലോചിച്ചിട്ട് എന്നെ പേടിയാവും. നിങ്ങളുടെ കാറാ ഞങ്ങൾ ആദ്യം കണ്ടെത്തിയത്. ആ കാർ കണ്ടപ്പോൾ തന്നെ ഐ ആം സോറി വിഷമോനെ. ഞങ്ങൾക്കൊരു പ്രതീക്ഷയില്ലായിരുന്നു. ദൈവാനുഗ്രഹം, അല്ലാതെ എന്ത് പറയാൻ. ഹേ, ഇറ്റ്സ് ഓക്കെ ദേവച്ച. ഡെവിൾ അലസമായി കൈകുടയുമ്പോഴായിരുന്നു പെട്ടെന്ന് ദേവച്ചന്റെ കണ്ണുകൾ പിന്നിൽ നിന്നവളിലേക്ക് ഉടക്കിയത്. ഈറൻ മേനിയുടെ പതിവിന് വിപരീതമായി ഡെവിളിനെ പൊതിഞ്ഞു പിടിച്ചു നിൽക്കുന്ന പെണ്ണിന്റെ നിൽപ്പ്, ഒപ്പം അർത്ഥനഗ്നനായി നിൽക്കുന്ന ഡെവിൾ. അവളുടെ ആ നിൽപ്പ് കണ്ട് ദേവച്ചന്റെ മുഖം കറുത്തു. അയാൾ അവളെ കൂർപ്പിച്ചു നോക്കി. ആ നോട്ടം കണ്ടിട്ടാണ് ഡെവിൾ ദേവിനെ വല്ലായ്മയോടെ നോക്കിയത്. അവൾ ഡെവിളിന്റെ കണ്ണിലേക്ക് നോക്കി മുറുക്കി പിടിച്ചിരിക്കുന്ന ആ കൈകളെ പതിയെ മാറ്റി. എന്തോ വലിയൊരു അപരാധം ചെയ്ത പോലെ. ദേവച്ചനൊന്ന് ഇരുത്തി മൂളിയതും ദേവിന് തന്റെ നനഞ്ഞ സാരിയെ നേരെയാക്കി അവനിൽ നിന്നും മാറി നിന്നു. നമുക്ക് പോവാം ദേവച്ച. അയാളുടെ നോട്ടത്തിന്റെ പൊരുൾ മനസ്സിൽ തട്ടിയതും ഡെവിൾ ആ നോട്ടം മാറ്റാനായി അങ്ങനെ ചോദിച്ചു. പോവാം മോനെ. അത്രയും പറഞ്ഞുകൊണ്ട് രണ്ടാളും മുന്നിലേക്ക് നടക്കുമ്പോൾ എന്തോ ദേവച്ചനിലേറെ ചോദ്യങ്ങൾ വന്നു നിറഞ്ഞിരുന്നു. പ്രൗഢഗംഭീരമായ കൃഷ്ണമംഗലം തറവാട്, അതിന്റെ വിശാലമായ മുറ്റത്തേക്ക് മുന്തിയ കറുത്ത കാറുകൾ ഇരച്ചു വന്നു നിന്നപ്പോഴാണ് ഭാനുമതിയും റേയും റോഷനും അതിശയത്തോടെ മുറ്റത്തേക്ക് വന്നത്. അവർ നോക്കി നിൽക്കെ മുന്നിലെ കാറിന്റെ ഡോർ മലക്കെ തുറന്നുകൊണ്ട് ഡെവിൾ മെല്ലെ പുറത്തേക്ക് ഇറങ്ങി. അവന്റെ കണ്ണുകളിൽ തീയും ചുണ്ടിലൊരു പുച്ഛഭാവവും നിറഞ്ഞവൻ ഭാനുമതിയെ തീക്ഷ്ണമായി നോക്കി. ഡെവിളിന്റെ പിന്നാലെ കാറിൽ നിന്നിറങ്ങിയ ദേവി ഒരു പരുങ്ങലോടെ അവന് പിന്നിലൊതുക്കി. ഇടം കണ്ടിട്ടവൾ അവരെ നോക്കി നിന്നു. 5ലധികം കാറുകളിലായി അവർക്കകമ്പടിയോടെ നിൽക്കുന്ന ഡെവിളിന്റെ ബ്ലാക്ക് കാറ്റ്സിന്റെ കാർ, അതിൽ നിന്നും പുറത്തേക്കിറങ്ങിയ ആയുധധാരികളായ ബ്ലാക്ക് കാറ്റ്സ്. കൂട്ടത്തിലെ ഒരു കാറിൽ നിന്നും ദേവച്ചാൻ ഗൗരവത്തോടെ പുറത്തേക്കിറങ്ങി ഡെവിളിനോടൊപ്പം നിന്നു. ആ നിമിഷം ഒരു ഞെട്ടലോടെ ഭാനുമതിയുടെ കണ്ണുകൾ രണ്ടും പുറത്തേക്ക് ഉന്തി വന്നു. അമ്മേ, ഇവർ ചത്തില്ലേ? ഭാനുമതിയുടെ ചെവിയിലേക്ക് രഹസ്യം പറഞ്ഞത് റോഷനായിരുന്നു. കൂഴ്ന്നു നേറിയ ഇടയ്ക്ക് കയറി പറഞ്ഞു. ഡെവിളിനെ ചേർത്ത് പിടിച്ച് ആത്മവിശ്വാസത്തോടെ നിൽക്കുന്ന ദേവച്ചനെ കൂടി കണ്ടപ്പോൾ ഭാനുമതി ദേഷ്യം കൊണ്ട് വിറച്ചു. ഇത് ഇയാളുടെ പണിയാ, അവൻ എവിടെയും കിടന്ന് ചത്തേനെ. ഡെവിൾ അരികിൽ വന്നതും അടുത്ത ഞൊടിയിൽ ഭാനുമതിയുടെ മുഖം മാറി. കാപ്പട്ടി നിറഞ്ഞൊരു സന്തോഷം അവരുടെ ചുണ്ടിലേക്ക് വീണു. അയ്യോ മോനെ, നീ വന്നോ? നിനക്കൊന്നും പറ്റിയില്ലല്ലോ. എന്റെ പ്രാർത്ഥന ദൈവങ്ങൾ കേട്ടു. അവരുടെ കള്ളനാടകം കണ്ട് റിയയും റോഷനും ഒരാശ്ചര്യത്തിൽ ഭാനുമതിയെ നോക്കി നിന്നുപോയി. അതേ പുച്ഛഭാവത്തിൽ ഒന്നും മിണ്ടാതെ അവൻ അലസമായി ചിരിച്ചു. അവന് പിന്നാലെ വീട്ടിലേക്ക് കയറുന്ന ദേവിനിക്ക് നേരെ ഭാനുമതി രൂക്ഷമായി കണ്ണുകൂർപ്പിച്ചു. അവളെ കടിച്ചു കയറാൻ പരുവത്തിലായിരുന്നു അവരുടെ നോട്ടം. ഉള്ളിലേക്ക് കയറി വരുന്ന ഡെവിളിനെ കണ്ടതും മാധവി തെല്ലൊരാശ്വാസത്തോടെ ഓടി അവന് മുന്നിലേക്ക് വന്നു. ഓ എന്റെ ഋഷികുഞ്ഞെ, ഞങ്ങൾ അങ്ങ് പേടിപ്പിച്ച് കളഞ്ഞല്ലോ. മാധവേച്ചി ഇവിടെ നിന്ന് തീ തിന്നായിരുന്നു. ഹേയ്, ഒന്നുമില്ല മാധവേച്ചി, ഋഷിക്ക് ഇത് ആദ്യമായിട്ടൊന്നുമല്ലല്ലോ. അവന്റെ സ്വരം പെട്ടെന്ന് മുറുകി. ഇതിനെല്ലാം എണ്ണി എണ്ണി ഞാൻ കണക്ക് തീർക്കും. പെട്ടെന്ന് പിന്നാലെ വന്ന ദേവിനിയിലേക്ക് മാധവിയുടെ നോട്ടം തിരിഞ്ഞു. അയ്യോ, ഇതെന്നതാ മോളെ കൈയിലൊക്കെ? ദേവിനി അതിനൊന്നും മിണ്ടാതെ തല കുനിച്ചു നിന്നു. തെല്ലൊരു വേദനയോടെ വെറുതെ അവരെ നോക്കി പുഞ്ചിരിക്കുക മാത്രം ചെയ്തു. മാധവിച്ചെന്തായാലും ഇവളകത്തേക്ക് കൊണ്ടുപോകും, ആകെ പേടിച്ചിട്ടുണ്ട് പാവം. ഓ കുഞ്ഞെ. അതോടെ മാധവി തലയാട്ടി അവളെയും കൊണ്ട് അകത്തേക്ക് പോയി. നീയും പോയിന്ന് റെസ്റ്റ് എടുക്കും മോനെ, ആകെ ടയർഡല്ലേ നീ? അത് കേട്ടതും ഡെവിളൊന്ന് മൂളിക്കൊണ്ട് അകത്തേക്ക് കയറി. ലിവിംഗ് ഏരിയയിലെ മേശപ്പുറത്തേക്ക് മാധവി ഒരു ട്രേ ചായ കൊണ്ടുവച്ചു. അതിൽ നിന്ന് റിയയും റോഷനും ചായ പങ്കിട്ടെടുക്കുമ്പോൾ ഭാനുമതി എങ്ങോട്ടൊന്നില്ലാതെ നോക്കി ദേഷ്യത്തിലായിരുന്നു. അത് ശ്രദ്ധിക്കാതെ ദേവച്ചൻ അതിൽ നിന്നൊരു കപ്പെടുക്കുമ്പോൾ നോട്ടം ആദ്യം പോയത് ദേവനിലേക്കായിരുന്നു. അവളൊന്നും മിണ്ടാതെ മുഖം കുനിച്ചു നിൽക്കുന്നത് ദേവച്ചൻ ഒരു സംശയത്തോടെ നോക്കി.
താൻ കൂടിയിരുന്നോ? വയ്യാത്തതല്ലേ? ദേവിനിയെ നോക്കി ദേവച്ചൻ അത് പറയെ അവൾ മാധവിയെ ഒന്ന് നോക്കി. ഇരുന്നോ കൊച്ചേ? മാധവി പുഞ്ചിരിയോടെ അവളുടെ കവളിലേക്ക് തട്ടി. അവൾ ദേവച്ചനിരുന്ന സോഫയുടെ ഒരറ്റത്തായിരുന്നു. ആ കാഴ്ച കണ്ട് ഭാനുമതിക്കാണ് കരി കയറി വന്നത്. ദേവച്ചൻ ഒരു കപ്പ് ചായ എടുത്ത് അവൾക്ക് നേരെ നീട്ടിയതോടുകൂടി ഭാനുമതിയുടെ സർവ്വ നിയന്ത്രണവും പോയിരുന്നു. പിന്നെ ഒരു കുതിപ്പായിരുന്നു ദേവച്ചന്റെ നേരെ. അതെ, ദേവന്റെ ഉദ്ദേശം എന്താ? ഇവളെ ഇവിടെ കെട്ടിലമ്മയായിട്ട് വാഴിക്കാനാണോ? പെട്ടെന്നുള്ള ഭാനുമതിയുടെ ചോദ്യം കേട്ട് ദേവച്ചനും ദേവിനിയും ഒരുപോലെ അവരെ നോക്കി. ഞാനിത് ഇവള് വന്ന മുതൽ സഹിക്കാം. എന്താ ഭാനുമതിയുടെ പ്രശ്നം? എന്താ പ്രശ്നമെന്നോ? ഇവിടെ ഒരുത്തിയെ കൊണ്ട് നാട് ചുറ്റാൻ പോയിട്ട് ഒരു ദിവസം കഴിഞ്ഞാ വന്നത്. അതൊന്നും ദേവൻ കാണുന്നില്ല. നാട് കാണാൻ പോയെന്നോ? ഭാനുമതി എന്തായി പറയുന്നേ? ഒന്നും അറിയാത്ത പോലെ. വണ്ടി ആക്സിഡന്റ് ആയവരാ കാട്ടി പെട്ടുപോയതല്ലേ? അത് ആർക്കേ പറഞ്ഞ കഥ? യഥാർത്ഥത്തിൽ എന്ത് സംഭവിച്ചെന്ന് ആർക്കറിയാം? ഭാനുമതിയുടെ അലർച്ച കേട്ട് ദേവിനി ഇരുന്നിടത്ത് നിന്ന് പേടിയോടെ എഴുന്നേറ്റു. ബീച്ചിൽ വെച്ച് കൊല്ലാൻ ആരൊക്കെയാ വന്നപ്പോ അവൻ ഇവളെ മാത്രമല്ലേ കാർ കയറ്റിയുള്ളൂ. ഞങ്ങൾ ആരെയും കൂടെ കൂട്ടിയില്ലല്ലോ. എങ്കിലല്ലേ ആക്സിഡന്റ് നാടകം കളിച്ച് ഇവളെയും കൊണ്ട് ഇവന് ഒരു രാത്രി മുഴുവൻ സുഖിക്കാൻ പറ്റുമോ? എന്നിട്ട് അവർക്കൊന്നും പറ്റിയില്ല പോലും. അതും അത്രയും വലിയ കൊക്കയിൽ നിന്ന് വീണിട്ട്. ഇതൊക്കെ ആരോടാ? ഭാനുമതി അവളെ നോക്കി തന്നെ അത് തറപ്പിച്ചു പറയുമ്പോൾ ദേവിനിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. എന്തൊക്കെ വൃത്തികേടാ ഭാനുമതി നിങ്ങളീ പറയുന്നേ? ഋഷി അങ്ങനത്തെ ഒരാളല്ലെന്ന കാര്യം നിങ്ങൾക്കറിയില്ലേ? ദേവച്ചൻ വല്ലാത്തൊരു ദേഷ്യത്തോടെ ഉറക്കെ പറഞ്ഞു. എത്ര പെൺപിള്ളേർ അവന്റെ പുറകെ നടന്നിട്ടുള്ളതാ. എത്ര നല്ല ആലോചനകൾ വന്നു. എന്തിന്? ഞാൻ പോലും ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്നിട്ട് അവൻ സമ്മതിച്ചു അതിന്. അല്ലേ തന്നെ അവനൊരു നാടകം കളിച്ച് ഈ പെൺകുട്ടിയെ കൊണ്ടുപോകാനും വേണ്ടി എന്ത് പ്രത്യേകതയായി ഈ കുട്ടിക്കുള്ളത്? ഋഷിയെ പോലൊരു യങ് ടാലന്റഡ് ബിസിനസ്മാനെ അട്രാക്ട് ചെയ്യാനും വേണ്ടി മാത്രം എന്ത് ക്വാളിറ്റിയായി ഈ പെണ്ണിനുള്ളത്? അത് കേൾക്കെ ദേവിനിയുടെ ഹൃദയം വിങ്ങി. അവൾ ഒരു ഭാഗത്തേക്ക് ഒഴുകുന്ന കണ്ണുകളുമായി മാറി. അതൊക്കെ ദേവന് വെറുതെ തോന്നുന്നതാ. ഇവളെ ഈ വീട്ടിൽ കയറി വന്ന നാളെ മുതൽ ഞാൻ ആർക്കെ ശ്രദ്ധിക്കുന്നതാ. പെട്ടെന്ന് രാത്രി ഒരുത്തിയും ബോധമില്ലാതെ കൂട്ടിക്കൊണ്ടു വരുന്നു. അവൾക്ക് ചികിത്സ കൊടുക്കുന്നു, ഭക്ഷണം കൊടുക്കുന്നു, പോകാൻ ഇടയില്ലെന്ന് പറഞ്ഞ് വീട്ടിൽ കഴിച്ച് താമസിപ്പിക്കുന്നു. വന്ന് വന്ന് ഞങ്ങളെക്കാളും വലിയ സ്ഥാനം കൊടുത്തു തുടങ്ങി. ദേവന് തോന്നുന്നുണ്ടോ മറ്റൊരു പെണ്ണിനോട് ആർക്കിങ്ങനെയൊക്കെ കാട്ടുമെന്ന്? അവൻ ഈ ജന്മം വേറൊരു പെണ്ണിനോട് ഇത്രയും സ്നേഹത്തോടെ പെരുമാറിയിട്ടുണ്ടോ? താഴെ നിന്നുള്ള ഒച്ച അസഹനീയമായപ്പോഴാണ് ഡെവിൾ ബെഡിൽ നിന്നും പതിയെ എഴുന്നേറ്റത്. ഉറഞ്ഞു വന്ന ദേഷ്യത്തോടെ അവൻ താഴേക്ക് ഇറങ്ങാൻ പോയ നേരം ഭാനുമതിയുടെ ആ സംശയം കേട്ടവൻ ഒന്നു നിന്നു. കോവണിയിലെ കൈപ്പിടിയിൽ കൈയൂന്നി താഴേക്ക് നോക്കിയവൻ അങ്ങനെ നിന്നു. ഞാൻ കണ്ടിട്ടുണ്ട് അവന്റെ കണ്ണിൽ ഇവളോടുള്ള ഇഷ്ടം. നേരാണോ ഭാനുമതി ഈ പറയുന്നേ? തൊട്ടുമുകളിൽ ഡെവിൾ വന്ന് നിൽക്കുന്നതറിയാതെ ഒരു സംശയത്തോടെ ദേവച്ചൻ ഭാനുമതിയോട് എടുത്തു ചോദിച്ചു. പിന്നല്ലാതെ ഇവളും അവനും തമ്മിൽ എന്തോ ഉണ്ട് ദേവ. നമ്മൾ അറിയാതിരിക്കുക ഇവരെ കുറെ ശ്രദ്ധിക്കുന്നുണ്ട്. പറയാൻ പറ്റില്ലല്ലോ ഇവര് തമ്മിൽ ഏതറ്റം വരെ പോയിട്ടുണ്ടെന്ന്. അത് കേട്ടതും ഡെവിളിന്റെ ശരീരമാകെ വരിഞ്ഞു മുറുകി. കണങ്കാൽ വഴി കോപം ഉറഞ്ഞു വന്നു. ഭാനുമതി! ശ്വാസം മുറുകിയതും അവരെ നേരെ നീട്ടി വിളിച്ചുകൊണ്ട് അവൻ താഴേക്ക് കുതിച്ചു. അവന്റെ ആ വരവ് കണ്ട് എല്ലാവരും ഒന്ന് പേടിച്ചെഴുന്നേറ്റു. എന്താ ഭാനുമതി, നീ ഈ പറഞ്ഞതിനെ പറ്റി വലിയ ധാരണയുണ്ടോ? അവന്റെ ആ ചോദ്യം കേട്ട് ഭാനുമതി പിന്നിലേക്കായി തല കൊമ്പിട്ട് നിന്നു. അവൻ നോട്ടം നേരെ ദേവച്ചനിലേക്ക് മാറ്റി. ദേവച്ചൻ ഇത് കേട്ട് വിശ്വസിച്ചിരിക്കുകയാണോ? അല്ല മോനെ, ഭാനുമതി പറഞ്ഞപ്പോ ഞാൻ വെറുതെ. ഒരു പരങ്ങളുടെ ദേവച്ചൻ അത് പറഞ്ഞവസാനിപ്പിക്കും മുന്നേ ഡെവിൾ ഇടയ്ക്ക് കയറി. ദേവച്ചന് തോന്നുന്നുണ്ടോ ഇവളെ പോലെ എവിടുന്നോ വന്നൊരു അനാഥ പെണ്ണെ ഞാൻ സ്നേഹിക്കുന്നു? അത്രയ്ക്ക് ഗതികേടാണോ ഈ ഋഷികേശം? കാലുമുള്ളുപോലെ മൂർച്ചയുള്ള അവന്റെ ആ വാക്കുകൾക്ക് ദേവിനെ അത്രമേൽ വേദനയോടെ അവനെ ഒന്ന് നോക്കി. ഇനി അതല്ല, ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ആർക്കും എന്നെ വിശ്വാസമില്ലെങ്കിൽ എന്നാ കേട്ടോ, ദേവച്ചൻ കൊണ്ടുവന്ന പ്രപ്പോസൽ എനിക്ക് ഓക്കെയാണ്. കല്യാണത്തിന്റെ ഒരുക്കങ്ങൾ നോക്കിയോ? ഡെവിലിന്റെ ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ള ആ തീരുമാനം കേൾക്കി ഹൃദയത്തിലേക്ക് 1000 ആണി തറച്ച പോലെ അവൾ അങ്ങനെ നടുക്കത്തോടെ മിളിച്ചു നിന്നുപോയി.